ഇനി വിവാദങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ കാര്യമെടുക്കാം. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ തോതിൽ അലങ്കോലമാക്കാനും വിവാദമാക്കാനും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ വിശദമായി ആ വീഡിയോ പിന്നീട് പരിശോധിക്കപ്പെടുകയുണ്ടായി എന്താണ് നടന്നതെന്ന്. അപ്പോൾ വളരെ കൃത്യമായി അതിൽ മാധ്യമങ്ങൾക്കൊക്കെ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എണീറ്റ് പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എണീറ്റ് എന്ന് പറയുന്നത് കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമാണ് ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നത്. എന്നാൽ വിശദമായി ആ വീഡിയോ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലെല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കും ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായും ഒരു സമയപരിധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ തവണയും മുഖ്യമന്ത്രി എണീറ്റ് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളത്. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. എന്നാൽ പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി എണീറ്റ് പോയതിനു ശേഷം അവിടെ വലിയ തോതിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരുതരം രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്ന പോലുള്ള ആക്രോശങ്ങളും വെല്ലുവിളികളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏത് വിധേനയും ഈ വികസനം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു. അതല്ല ഇന്നലെ കണ്ടത്. തീർച്ചയായും ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എങ്ങനെ അലങ്കോലപ്പെടുത്താം എന്നുള്ളതാണ് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവൃത്തികളിൽ നിന്ന് ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ മലപ്പുറത്ത് അതിൻ്റെ ഒരു തുടക്കം കണ്ടതാണ്. ഇന്നലെ കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ കൊല്ലത്ത് നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ മാധ്യമപ്രവർത്തകർ പ്രകോപനം അഴിച്ചുവിടുന്നത് എന്ന രീതിയിൽ. അതായത് മുഖ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുക, ആ രീതിയിലുള്ളൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോഴല്ല വാർത്താ സമ്മേളനം നടത്താൻ മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനം തൊട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം 1 മണിക്കൂർ എന്നുള്ളൊരു സമയം അദ്ദേഹം നിശ്ചയിച്ച് തന്നെയാണ് വാർത്താ സമ്മേളനം നടത്താറ്. അതിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. അത് ഈ 23-ാം തീയതി പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. ഈ പ്രചരണത്തിന്റെ ഭാഗമായി അത് ആദ്യ വാർത്താ സമ്മേളനം മുതൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതിൽ കൈരളിയെന്നോ ദേശാഭിമാനിയെന്നോ ഉള്ളൊരു വ്യത്യാസമില്ലാതെ തന്നെ അദ്ദേഹം എല്ലാവരുടെയും ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കൈരളിയിൽ നിന്നുള്ളൊരു ചോദ്യം വന്നു. അതിന് തൊട്ടു പിന്നാലെ ദേശാഭിമാനിയിൽ നിന്നുള്ള ചോദ്യം വന്നു. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ സമയപരിധിയും അവസാനിക്കുന്നു. അതിന്റെ ഭാഗമായി മാത്രമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേൽക്കുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായും മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക, മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുക, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും കൊല്ലത്തും നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ പറയുന്നത് പോലെ തന്നെ മാധ്യമപ്രവർത്തന രീതിക്ക് ചേർന്ന ഒരു രീതിയല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ റോള് മാധ്യമപ്രവർത്തകർ ഇടുന്നത് അത് എത്ര യോജിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. മനു, സ്വാഭാവികമായും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനും ഇതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ രീതി എന്ന് പറയുന്നത് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇത്രയും ദിവസം മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നെയാണ് പോയത്. അതുകൊണ്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റ് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പലരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതിനെ ഒന്നും തന്നെ കാര്യമായി എടുക്കാതെ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സമീപനം തന്നെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. മനു, ശരി ഷീജ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഷീജയാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.